നോക്കുക, ആ ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ മുടി വെട്ടാൻ വേണ്ടിയിട്ട് വന്ന ആ പയ്യൻ്റെ മൊബൈൽ ഫോണ് ആ ടേബിളിൽ വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊബൈൽ ഫോൺ യൂസ് ചെയ്യും. ഇനി അതല്ല, പെട്ടെന്നൊരു കോള് വന്നു കഴിഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപകടമാണ്, ഒരു സംശയം വേണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളൊക്കെ എന്തിനാണ് ബാർബർ ഷോപ്പിലേക്ക് പോകുന്നത്? മുടി വെട്ടാനാണ്, അല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. പല ആളുകളും ചെയ്യുന്ന ഒരു പരിപാടി, മുടി വെട്ടുന്നതിൻ്റെ ഇടയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യും. ഇനി അതല്ല, പെട്ടെന്നൊരു കോള് വന്നു കഴിഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപകടമാണ്, ഒരു സംശയം വേണ്ട. ഈ ഒരു CCTV ഫുട്ടേജ് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സമയം കളയണ്ട, നമുക്ക് കണ്ടുനോക്കാം. നോക്കുക, ഒരു ബാർബർ ഷോപ്പിൻ്റെ അകത്തുള്ള CCTV ഫുട്ടേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാർബറാണ് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നു. ആ കസ്റ്റമർ ആ കട ഉടമയോട്, ബാർബറോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അയാൾക്ക് അയാളുടെ ജോലിയാണ്. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറെ നിരാശപ്പെടുത്തണ്ട, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് അദ്ദേഹം ഭക്ഷണം അവിടെ വെച്ചു, കൈ കഴുകി ശേഷം ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയറായി. നോക്കുക, ആ ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ മുടി വെട്ടാൻ വേണ്ടിയിട്ട് വന്ന ആ പയ്യൻ്റെ മൊബൈൽ ഫോണ് ആ ടേബിളിൽ വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യുന്നത്? നമ്മളൊക്കെ അങ്ങനെയാണ് ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണ് കംഫർട്ടായിട്ട് ഹെയർ കട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ബാർബറോട് പറയും. ആ വ്യക്തി അതുപോലെ ഹെയർ കട്ട് ചെയ്ത് തരും. ചില ആളുകൾ ഈ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കും. വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കാൻ കണ്ടെത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ബാർബർ ഷോപ്പിൽ പോകുന്ന സമയത്ത് ഇവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും അദ്ദേഹത്തിൻ്റെ പണി തുടരുകയാണ്. ഇദ്ദേഹം ഇരുന്നു കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയല്ല ചെയ്തത്. അയാളുടെ ഫോൺ ആ ടേബിളിൽ വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം. നോക്കുക, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ഒരു അപകടം സംഭവിക്കുകയാണ് ഗൈസ്. പെട്ടെന്ന് മൊബൈൽ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. പെട്ടെന്ന് തന്നെ ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്ന് നിവർന്ന് നിന്ന സമയത്ത് ആ ബ്ലേഡ് നിങ്ങൾ കാണാം, ഷേവ് ചെയ്യുന്ന കട്ടിങ് ബ്ലേഡ് കഴുത്തിൽ മുറിവേൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബ്ലീഡിങ് സംഭവിക്കുന്നു. ശരിക്കും ആ ബാർബറെ അടിക്കാൻ വേണ്ടിയിട്ടും തല്ലാൻ വേണ്ടിയിട്ടും അയാളോട് കയർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ കസ്റ്റമർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും 100% മിസ്റ്റേക്ക് ആ കസ്റ്റമറുടെ ഭാഗത്ത് തന്നെയാണ്. മുടി വെട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഷേവ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ട് അനങ്ങാതെ ഇരുന്നിട്ടില്ലെങ്കിൽ തല ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ അപകടം സംഭവിക്കും, മുറിയാൻ സാധ്യതയുണ്ട്. ബ്ലേഡാണ്. അപ്പോൾ ആ ബാർബറെ ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. അത്രത്തോളം ചീത്ത വിളിച്ചിട്ടും ഒക്കെയാണ് ആ കസ്റ്റമർ അവിടുന്ന് പുറത്തേക്ക് പോയത്. അദ്ദേഹം നേരെ പോയത് അടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്കാണ് പോയത്. അപ്പോൾ ഈ ബാർബർ അദ്ദേഹത്തോട് തന്നെ പറയുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, അയാളുടെ ഭാഗത്തല്ലേ മിസ്റ്റേക്ക് പറ്റിയത്, മൊബൈൽ ഫോൺ ഇവിടെ വെച്ച് അത് എടുക്കാൻ ശ്രമിച്ച സമയത്തൊക്കെ അല്ലേ അപകട സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പം ഇവിടെ നോക്കുക, അയാളുടെ മൊബൈൽ ഫോൺ എടുക്കാൻ അയാൾ മറന്നു. രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സ് അവിടെ ഇരുന്ന സമയത്ത് ആ ഒരു ടേബിളിൽ വീണുപോയി, അല്ലെങ്കിൽ ആ ഒരു ചെയറിൽ വീണുപോയി. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു നിമിഷത്തിലെ ആവേശത്തിൻ്റെ പുറത്ത് കൃത്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ക്വിക്കായിട്ട് നമ്മൾ ഏതൊരു കാര്യത്തിനും റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് എപ്പോഴാണ് ഉപകാരം ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു വ്യക്തിയെ കൊണ്ട് നമുക്ക് മുൻപരിചയമില്ലാത്ത, ഒരറിവുമില്ലാത്ത ഒരു വ്യക്തികളെ നമുക്ക് എപ്പോഴാണ് നമുക്ക് സഹായം ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും ഈ ബാർബർ അതിലുള്ള ക്യാഷും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും വളരെ സുരക്ഷിതമായിട്ട്, അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിൽ നിന്ന് പൈസ എടുക്കാം, അല്ലെങ്കിൽ പേഴ്സ് മാറ്റി വെക്കാം, ഇവിടെ ഇല്ല എന്ന് പറയാം, ഒക്കെ ചെയ്യാം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ. എന്തായാലും അദ്ദേഹം അത്
സുരക്ഷിതമായ ഷെൽഫിൽ വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ കസ്റ്റമർ തിരിച്ചു വരികയാണ്. കാരണം അദ്ദേഹം ക്ലിനിക്ക് പോയി, അവിടെ നിങ്ങൾക്ക് കാണാം ബാൻഡേജോ ചെറിയ രീതിയിൽ ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പം തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം പേഴ്സ് ഇവിടെ വെച്ചിരുന്നു, പേഴ്സ് കാണുന്നില്ല, മൊബൈൽ ഫോൺ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. വളരെ മാന്യനായിട്ട് അദ്ദേഹം ആ പേഴ്സും മൊബൈൽ ഫോണും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഒരു നന്ദി വാക്ക് പോലും പറയാതെ, നിങ്ങൾ കാരണം എനിക്ക് സംഭവിച്ച മുറിവാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാരണം എനിക്ക് ഇനി 2-3 ദിവസം ജോലിക്ക് പോലും പോകാൻ സാധിക്കില്ല, നിങ്ങളൊക്കെ ആദ്യം ഒന്ന് എക്സ്പീരിയൻസായി പരിചയമായി ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുമോ എന്നൊക്കെ പറഞ്ഞ് കയറി സംസാരിച്ചിട്ട് അദ്ദേഹം വീണ്ടും പോയി. ഇതിനൊരു നന്ദി വാക്ക് പറയാം ഇല്ല. അപ്പോൾ പല ആളുകളും ഈ വീഡിയോ കാണുന്നതിൽ എനിക്കൊന്നൊരു 70-80% ആളുകളും ഈ ബാർബർ ഷോപ്പിൽ പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കും, അല്ലെങ്കിൽ ആ ടേബിളിൽ വെക്കും. പെട്ടെന്ന് മെസ്സേജോ ഫോണോ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എടുക്കാൻ ശ്രമിക്കും. അതൊക്കെ അപകടമാണ് ഗൈസ്. സോ ശ്രദ്ധിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക.